ഹരേ ഗുരുവായൂരപ്പാ ശരണം. ശ്രീരാമജയം. അഞ്ജന. പുരാണങ്ങളിലെയും രാമായണത്തിലെയും കഥാപാത്രമായ ഹനുമാന്റെ മാതാവാണ് അഞ്ജന. ഇതു കാരണം ഹനുമാന് ആഞ്ജനേയൻ എന്നു പേര് വന്നു. കുഞ്ചരൻ എന്ന വാനരന്റെ പുത്രിയും കേസരിയുടെ ഭാര്യയുമായിരുന്നു അഞ്ജന. അഞ്ജന ഗൗതമന്റെ പുത്രിയാണെന്നും മതഭേദമുണ്ട്. അഞ്ജന ആദ്യത്തെ ജന്മത്തിൽ പുഞ്ചീകസ്ഥലി എന്ന അപ്സരസായിരുന്നു. ശാപം നിമിത്തം വാനരയായി ഹിമാലയത്തിൽ ജനിച്ചു. ഭഗവാൻ മഹാദേവന്റെ ഒരു അവതാരത്തെ പ്രസവിക്കുമ്പോൾ പഴയ രൂപം തിരിച്ചു കിട്ടും എന്നായിരുന്നു ശാപമോക്ഷത്തിനുള്ള വരം. അഞ്ജനയുടെ ഭർത്താവ് കേസരി എന്ന ശക്തനായ ഒരു വാനരനായിരുന്നു. മുനിമാരെ ഉപദ്രവിച്ചിരുന്ന ഒരു ഭീകരനായ ആനയെ കൊന്നതിനാലാണ് ഇദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. കേസരിയോടൊത്ത് അഞ്ജന മഹാദേവൻ തൻ്റെ പുത്രനായി ജനിക്കണം എന്ന് കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു. ഇത് സംപ്രീതനായ മഹാദേവൻ ഈ വരം അവർക്ക് നൽകി. അങ്ങനെ മഹാദേവനാണ് ഹനുമാനായി ജനിച്ചതെന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. മഹാദേവനും പാർവതീദേവിയും വാനരരൂപികളായി നടക്കുമ്പോൾ പാർവതീദേവി ഗർഭിണിയായി തീർന്നെന്നും വാനര ശിശു ജനിക്കുമെന്ന് അപമാനത്തിൽ തന്നെ മുക്തയാക്കണമെന്ന് അപേക്ഷിച്ചതിൻ്റെ ഫലമായി ആ ഗർഭത്തെ മഹാദേവൻ വായുദേവനെ ഏൽപ്പിച്ചുവെന്നും വായു അത് സന്താന ലാഭത്തിനു വേണ്ടി തപസ് അനുഷ്ഠിച്ചിരുന്ന അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചു എന്നും ആ ശിശുവാണ് ഹനുമാനായി പിറന്നതെന്നും വാൽമീകി രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂർ.